നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ജനിതകമായി തന്നെ കൂടുതലുണ്ടോ എന്ന് അറിയാൻ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോ പ്രോട്ടീൻ ബി എന്ന് പറയുന്ന അത് അപ്പോ ബി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. അത് ലിപ്പിഡ് മെറ്റബോളിസത്തിൽ വളരെ കീ റോൾ പ്ലേ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോ ലിപ്പോ പ്രോട്ടീൻ ബി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അത് കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. ഇത് മെഷർ ചെയ്യുന്നതിലൂടെ വളരെ അക്യുറേറ്റ് ആയിട്ട് ബാഡ് കൊളസ്ട്രോൾ ലെവൽസ് നമുക്ക് ട്രഡീഷണൽ LDL ടെസ്റ്റിനേക്കാൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അപ്പോ ബി സ്ട്രക്ചറൽ പ്രോട്ടീനായിട്ട് വർക്ക് ചെയ്യുന്നത് LDL ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, VLDL വെരി ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, IDL ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, പിന്നെ LPA അഥവാ ലൈപ്പോ പ്രോട്ടീൻ എ. ഇതിലെല്ലാം ഓരോ പ്രോട്ടീൻ മോളിക്യൂൾ ഓരോ 1 അപ്പോ ബി മോളിക്യൂളുമായിട്ട് ക്യാരി ചെയ്താണ് ഓരോ ഇടത്ത് പോയി പ്ലേക്ക് ഉണ്ടാക്കുന്നത്. പ്ലേക്ക് കോസിങ് അത്രോജനറ്റിക് പാർട്ടിക്കിൾസ് എന്തുമാത്രമുണ്ട് എന്നറിയാൻ ഇതിലും മികച്ചൊരു ടെസ്റ്റ് ഇല്ല. അതിൻ്റെ നോർമൽ വാല്യൂ ലെസ് ദാൻ 90 mg/dL ആണ്. ബോർഡർ ലൈൻ ഹൈ എന്ന് പറയണമെങ്കിൽ 90 to 109 ആണ്. ഹൈ എലവേറ്റഡ് കാർഡിയോവാസ്കുലർ റിസ്ക് ഉള്ളവരിൽ 110 മുകളിലാണ്. ഒരു 50 മുകളിലുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഹൈ റിസ്ക് ഓഫ് അത്രോസ്ക്ലിറോസിസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പെരിഫറൽ ആർട്ടറി ഡിസീസ് തുടങ്ങിയവയ്ക്ക് എല്ലാം കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക്, മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്ക്, ഹൈ ട്രൈഗ്ലിസറൈഡ് ഉള്ളവർക്ക് ഒക്കെ കൂടുതലായിരിക്കാം. അത് അനുസരിച്ച് നമ്മൾ അതിന് എക്സസൈസ് ചെയ്യുക, നല്ല ഫൈബർ കണ്ടൻ്റുള്ള ഡയറ്റ് സ്വീകരിക്കുക, സ്റ്റാറ്റിൻസ് പോലുള്ള മരുന്നുകൾ, എസെറ്റിമൈബ് പോലുള്ള മരുന്നുകൾ, എവലോക്യുമാബ് തുടങ്ങിയ മരുന്നുകൾ, വെയിറ്റ് കുറയ്ക്കാനുള്ള ടിർസപാറ്റൈഡ് പോലുള്ള മരുന്നുകൾ, ഒസംബിക് തുടങ്ങിയവയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇതുപോലെ തന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, ഹോമോസിസ്റ്റീൻ ടെസ്റ്റ്. അത് ഒരു ആമിനോ ആസിഡാണ്. നമ്മുടെ ബ്ലഡിലുള്ള ഈ ആമിനോ ആസിഡിൻ്റെ ലെവല് ഹൈ ആകുന്നത് വെച്ചിട്ട് ഹാർട്ട് ഡിസീസിൻ്റെ, സ്ട്രോക്കിൻ്റെ, വാസ്കുലർ പ്രോബ്ലംസിൻ്റെയൊക്കെ റിസ്ക് നമുക്ക് മെഷർ ചെയ്യാം. അത് മെത്തിയോണിൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ഈ വൈറ്റമിൻസ് B6, B12, ഫോലേറ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ബോഡി യൂസ് ചെയ്യുന്നത് ഈ ആമിനോ ആസിഡാണ്. അതിൻ്റെ നോർമൽ ലെവല് ലെസ് ദാൻ 15 micromoles/L ആണ്. ഇനി ഹോമോസിസ്റ്റീൻ ലെവല് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ വേറൊന്നുണ്ട്, ഹൈ സെൻസിറ്റീവ് CRP എന്ന് പറയുന്നത്. നമ്മൾ CRP ഇൻഫെക്ഷൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഹൈ സെൻസിറ്റീവ് CRP നമ്മുടെ ലോ ലെവൽസ് ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ ബ്ലഡ് വെസൽസ് പോലും ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ടെസ്റ്റുകളെ പറ്റി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.